നടൻ അല്ലു അർജുനെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങൾ നിൽക്കുകയാണ്. പുഷ്പ 2 പ്രീമിയർ ഷോ ദിവസം തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും ഒരു യുവതി മരിക്കുകയും അവരുടെ 8 വയസ്സുകാരൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസും അറസ്റ്റുമൊക്കെയാണ്. അതിൻ്റെ നിയമവശങ്ങളിലേക്കോ ആ കേസിൽ ഉൾപ്പെടാനുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്കോ ഒന്നുമല്ല പോകുന്നത്. അല്ലു അർജുന് ആ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്കാണ്. ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ധാർമ്മികമായ ഉത്തരവാദിത്തം അല്ലു അർജുന് ഉണ്ട് എന്ന് തന്നെയാണ്. ഒരു നടൻ എന്ന നിലയിലോ ഒരു മനുഷ്യൻ എന്ന നിലയിലോ പാലിക്കേണ്ട മിനിമം ധാർമ്മികത, ഔചിത്യം അല്ലു അർജുൻ എന്ന മനുഷ്യൻ്റെ, നടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, പോലീസിൻ്റെ ഭാഷ്യം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നേരത്തെ തന്നെ ഈ തിയേറ്ററിലേക്ക് വരരുത് എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് അല്ലു അർജുന് നൽകിയില്ല എന്ന് അല്ലു അർജുനും അദ്ദേഹത്തിൻ്റെ ടീമും പറയുന്നു. ഇനി നൽകിയാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു നടൻ, ഇത്രയേറെ ഫാൻ ബേസ് ഉള്ളൊരു നടൻ ഇങ്ങനെ ഒരു തിയേറ്ററിൽ പ്രീമിയർ ഷോയുടെ ഉദ്ഘാടന ദിവസം അവിടെ പരസ്യമായി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന തിക്കും തിരക്കും ബഹളവുമൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളല്ല ഈ നടൻ. വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ സൺറൂഫ് തുറന്ന് അതിൽ നിന്ന് കാണികളെ അല്ലെങ്കിൽ ആരാധകരെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തിയേറ്ററിലേക്ക് എത്തുന്നത് തന്നെ. അപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ റോഡിൻ്റെ നാനാഭാഗങ്ങളിലും കൂടി നിൽപ്പുണ്ട്. ഇവരെല്ലാം ഈ തിയേറ്ററിലേക്ക് ഇരച്ചെത്തുകയാണ്. ഒരു തിയേറ്ററിലേക്ക് ഇത്രയധികം ആളുകൾ എത്തിയാൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ള ചോദ്യം തന്നെയുണ്ട്. പോലീസിൻ്റെ നിയന്ത്രണത്തിനൊക്കെ അപ്പുറത്തേക്കായിരുന്നു ആളുകൾ എത്തിക്കൊണ്ടിരുന്നതുമെല്ലാം തന്നെ. ഇതൊന്നും അറിയാത്ത ആളല്ല അല്ലു അർജുൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, തൻ്റെ ബൗൺസർമാരെ വിശ്വസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ബൗൺസർമാരെല്ലാം ക്ലിയർ ആക്കിക്കൊള്ളും എന്നുള്ള ഒരു ധാരണയിലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമയ്ക്ക് കുറേ കൂടി മെച്ചം കിട്ടും എന്നുള്ള വിശ്വാസത്തിലോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാൽ എന്ത് എന്നുള്ള ചിന്തയിലോ ഒക്കെയാവും അല്ലു അർജുൻ ആ തിയേറ്ററിലേക്ക് എത്തിയത്. തിയേറ്ററിൻ്റെ ദൃശ്യങ്ങൾ തന്നെ, പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ 40-50 ആളുകളോളം വരുന്ന ഈ ബൗൺസർമാർ ചുറ്റും നിൽക്കുന്ന ആളുകളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ്, അക്ഷരാർത്ഥത്തിൽ ബൗൺസർ എന്ന പേര് എങ്ങനെയാണോ അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് അല്ലു അർജുനെയും അദ്ദേഹത്തിൻ്റെ മകനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ അകത്തേക്ക് തിയേറ്ററിനുള്ളിലേക്ക് എത്തിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു നടന് തിയേറ്ററിൽ വരണമെന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രഹസ്യമായി ഏതെങ്കിലും ഒരു തിയേറ്ററിലെത്താം. നിശ്ചിത സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ അറിയാതെ എത്താം. സിനിമ തുടങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ എത്തി അദ്ദേഹത്തിന് ഈ തിരക്ക് ഒഴിവാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എത്രയോ പ്രധാനപ്പെട്ട നടന്മാരല്ല, അല്ലു അർജുനെ പോലെയോ അല്ലെങ്കിൽ അതിലേറെയോ ആരാധകരുള്ള എത്രയോ നടന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. അവരൊക്കെ ഇതുപോലെയൊക്കെ അവരുടെ സിനിമ കാണാൻ ആഗ്രഹമുള്ളവരും സിനിമയ്ക്ക് പോയിട്ടുള്ളവരും ഒക്കെയാണ്. അവരൊന്നും കാര്യമായ തിക്കും തിരക്കും അപകടമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് ഇത് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഔചിത്യം അവർ കാണിക്കുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു ഔചിത്യം, അത്തരം ഒരു ധാർമ്മികത ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുകളിൽ ബാൽക്കണിയിലിരിക്കുമ്പോൾ താഴെ വലിയ തിക്കിലും തിരക്കിലും ആളുകൾ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ആളുകൾ തിക്കിരിക്കോട്ടെ തിരക്കിക്കോട്ടെ, അവരാരെങ്കിലും വീണ് മരിച്ചാലെന്ത്, അല്ലെങ്കിൽ ഈ തിക്കിലും തിരക്കിലും ഒരാൾ ചവിട്ടേറ്റ് വീണാലെന്ത്, അദ്ദേഹത്തിൻ്റെ ബൗൺസർമാർ തന്നെ എത്രയോ പേരെ വലിച്ചെറിയുകയാണ്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പോലീസ് പറയുന്നത് ഈ താഴെ ഒരു മരണമുണ്ടായെന്നും ഒരു സ്ത്രീയെ കൊണ്ടുപോയെന്നും അവരെ ശുശ്രൂഷയൊക്കെ പോലീസ് നൽകുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വലിയ സംഘമുണ്ട്. എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നു. എന്നാൽ ഇത്ര വലിയ സംഘമുള്ളപ്പോൾ സ്വാഭാവികമായും അവർ താഴെ നടക്കുന്ന ബഹളങ്ങളും കാര്യങ്ങളുമെല്ലാം അദ്ദേഹത്തിന് സുരക്ഷാ സേനയെന്നാണ് ഈ പറയുന്നത് സ്വകാര്യ ബൗൺസർമാർ. അതിൻ്റെ നിയമസാധ്യതയൊക്കെ മറ്റു തരത്തിൽ ചോദ്യം ചെയ്യേണ്ടതാണ്. ആർക്കും സ്വകാര്യമായൊരു നടന്മാരോ അല്ലെങ്കിൽ ഇത്തരം ആളുകളൊക്കെ ചിലപ്പോൾ സ്വകാര്യ സുരക്ഷാ സേനയൊക്കെ നിയമിക്കാറുണ്ട്. പക്ഷേ ആ സ്വകാര്യ സുരക്ഷാ സേനയ്ക്ക് മറ്റുള്ളവരെ ആക്രമിക്കാനും മറ്റുള്ളവരെ തള്ളി നീക്കാനും അല്ലെങ്കിൽ അവരെ ഇടിക്കാനും എന്നുള്ള അവകാശമൊന്നും തന്നെ നമ്മുടെ നിയമം അനുസരിച്ച് നൽകിയിട്ടില്ല. പക്ഷേ അതൊന്നും ഇത്തരം നടന്മാരുടെ കാര്യത്തിലും ഇത്തരം വലിയ VVIPയുടെ കാര്യത്തിൽ, ഇനി മറ്റുള്ളവരെ പറഞ്ഞാലും VVIPയുടെ കാര്യത്തിൽ പലപ്പോഴും ഇന്ത്യയിൽ ഒരിടത്തും പാലിക്കപ്പെടാറില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ മരണം ഇദ്ദേഹത്തെ അറിയിച്ചിട്ടും അദ്ദേഹം സാധാരണഗതിയിൽ എങ്ങനെയാണ്, ഒരു സിനിമയോ പരിപാടിയോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മരണം തിക്കിലും തിരക്കും, അവിടെ തന്നെ ഉണ്ടായ സംഭവത്തിൽ ഒരു മരണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇത്തരം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ തിക്കും തിരക്കും വന്നാൽ സിനിമ നിർത്തിവെക്കുക എന്നൊരു സാമാന്യ മര്യാദയുണ്ട്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ തിക്കിനും തിരക്കിനും കാരണമായ വ്യക്തി അവിടെ നിന്ന് മാറുക എന്നുള്ളത് ഒരു ധാർമ്മികതയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമോ ഔചിത്യമോ ഒക്കെയാണ്. കേവലം മനുഷ്യത്വം എന്ന് പറയുന്നൊരു വികാരമെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ നിന്ന് അപ്പോഴും അദ്ദേഹം സിനിമ കാണൽ തുടരുകയാണ്. അദ്ദേഹം ഇന്നടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഇങ്ങനൊരു മരണമുണ്ടായി എന്നുള്ളത്. ഒരാൾ അബോധാവസ്ഥയിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നത് കാണാം. അവർ അബോധാവസ്ഥയിൽ ഒരു സ്ത്രീയെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും ഈ നടൻ ഉണ്ടാവണം. ഒന്നുമല്ലെങ്കിൽ അയാളുടെ ആദ്യ സിനിമ കാണാൻ വേണ്ടി എത്തിയ ഒരു ആരാധികയാണ്
അത്രയെങ്കിലും ഓർക്കണം. അയാളോട് കാണിക്കുന്ന ആരാധന സ്നേഹത്തിൻ്റെ ഒരു 1000-ൽ അംശമെങ്കിലും തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരോട് മറിച്ച് കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഈ നടനുണ്ടായിരുന്നു. അവിടെയും നടൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല. ഇപ്പോഴും വാദിക്കുന്നത് അടുത്ത ദിവസമാണ് അറിഞ്ഞത് എന്നുള്ളതാണ് വാദിക്കുന്നത്. ഈ കൂടെ 19 പേരുണ്ടായിട്ടും അവിടെ ഇത്രയും വലിയ അക്രമമൊക്കെ ഉണ്ടായിട്ടും ഒരു പയ്യൻ അബോധാവസ്ഥയിലാവുന്നു, ഈ സ്ത്രീ അബോധാവസ്ഥയിലാവുന്നു, ഇവരെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അവരെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ അവർക്ക് എന്തായി എന്നെങ്കിലും അന്വേഷിക്കാതെയാണ് അടുത്ത ദിവസം വരെ ആ നടൻ കിടന്നുറങ്ങിയതെന്ന് പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇയാൾ മറ്റേതെങ്കിലും ഒരു ലോകത്തായിരിക്കണം. ആളുകൾ മരിക്കുകയോ ഇടികൂടുകയോ അബോധാവസ്ഥയിലാവുകയോ എന്തും ചെയ്തുകൊട്ടെ, എനിക്ക് എൻ്റെ സിനിമ വിജയിച്ചാൽ മതി എന്നുള്ള ഒരു ലോകത്തായിരിക്കണം ഇയാൾ ജീവിക്കുന്നത്. അത്തരമൊരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾക്കല്ലാതെ സാമാന്യ ബോധമുള്ള ഒരാൾക്ക്, മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഇതൊന്നും കഴിയില്ല. ഇനി ഇതിൻ്റെ നിയമവശത്തിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവിടെ രണ്ട് ചേരിയായി നിന്ന് രേവന്ത് റെഡ്ഡിക്കെതിരെ കോൺഗ്രസും BJPയും അവിടെയൊക്കെ നിന്നുള്ള പല വിഷയങ്ങൾ, അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള സിനിമാ വിഷയങ്ങൾ, അതൊക്കെ വേറെ വിഷയം. അത് നിയമത്തിന് മുന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ വരാം. പക്ഷേ ധാർമ്മികമായി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ മരണത്തിന്, തൻ്റെ ആരാധികയാണ് മരിച്ചതെന്ന് നടക്കണം, ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും അല്ലു അർജുൻ എന്ന് പറയുന്ന മനുഷ്യന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നടൻ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളോ മഹത്തരമായിരിക്കാം, അല്ലെങ്കിൽ ആളുകളെ ഇഷ്ടപ്പെടുന്നതായിരിക്കാം, ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യരാണ്. ആ മനുഷ്യർ പാലിക്കേണ്ട സാമാന്യ മര്യാദയുണ്ട്, സാമാന്യ മനുഷ്യത്വമെങ്കിലുമുണ്ട്. അത്തരം ഒരു പ്രവൃത്തി അല്ലു അർജുൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും.